ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മിഥുനമാസത്തിലെ ഷഷ്ഠിയാണ് നാളെ ശനിയാഴ്ച വരുന്നത്. നാളത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു മന്ത്രം കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നതാണ്. ഒരുപാട് പേര് ഇത് ചൊല്ലി ഫലം കിട്ടിയതായിട്ട് കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം പവറുള്ള ഒരു മന്ത്രമാണിത്. നമ്മൾ ശരവണഭവ എന്നുള്ള മന്ത്രം 6 പ്രാവശ്യം മാറ്റിയും തിരിച്ചും ചൊല്ലുന്നത് പോലെ തന്നെ അതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം തരുന്നതാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്, മന്ത്രം ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇന്ന് വെള്ളിയാഴ്ച, 30 വെള്ളിയാണ്, പഞ്ചമിയുണ്ട്. ശ്രീ പഞ്ചമിയായിട്ട് നമ്മൾ കണക്കാക്കുന്ന ദിവസമാണിന്ന്. ഇന്നത്തെ ദിവസം മഹാലക്ഷ്മിക്ക് 5 ദീപങ്ങൾ കൊളുത്തി ചെയ്യേണ്ടുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചും അതുപോലെ വാരാഹി അമ്മയ്ക്ക് 5 ഏലക്ക സമർപ്പിച്ചുകൊണ്ട് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അമ്മയ്ക്കൊരു പേപ്പറിൽ നമ്മുടെ ആഗ്രഹം മാത്രം എഴുതി സമർപ്പിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെ പോയി കണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ 2-3 പേര് ചോദിച്ചൊരു സംശയം, 5 നിവേദ്യങ്ങൾ 5 എണ്ണം തന്നെ വെക്കണമോ അതോ 1-2 ആയിട്ട് വെക്കാമോ എന്നുള്ളതാണ്. 1-2 ആയിട്ട് വെക്കാവുന്നതാണ്. പഞ്ചമി ആയതുകൊണ്ട് ഞാൻ 5 വസ്തുക്കൾ എന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് നാളെ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഷഷ്ഠിവ്രതം എടുക്കുന്നവരൊക്കെ ഇന്ന് പഞ്ചമി തിരിയിൽ രാത്രിയിൽ അരിയാഹാരം ഒഴിവാക്കണം. നോൺ വെജ് ഒഴിവാക്കി ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് വേണം വ്രതം തുടങ്ങാനായിട്ട്. നാളെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ചതിന് ശേഷം അപ്പോൾ തന്നെ മുരുകാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെറ്റിയിൽ ഭസ്മം ധരിക്കണം. അങ്ങനെ ധരിച്ചാൽ അതിൻ്റെ ഫലം എന്താണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള ഭഗവാൻ മുരുകൻ്റെ ഫോട്ടോയ്ക്ക് നല്ല ചുമന്ന പൂക്കൾ, ഏറ്റവും ശ്രേഷ്ഠം ചുമന്നതായതുകൊണ്ടാണ് ചുമന്ന പൂക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൂക്കളൊക്കെ കൊണ്ട് നമുക്ക് ഭഗവാനെ അലങ്കരിച്ച് ഭഗവാന് മുൻപിൽ 6 ദീപങ്ങൾ കൊളുത്തുന്നവരാണെങ്കിൽ 6 ദീപങ്ങൾ, അല്ലെങ്കിൽ ഒരു ദീപം മാത്രമായിട്ട്, അല്ലെങ്കിൽ വെറ്റില ദീപമായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊളുത്താവുന്നതാണ്. ഇവിടെ ദീപത്തിന് പ്രസക്തിയില്ല. ചിലവർ ഷഷ്ഠിതിഥിയിൽ തുടർച്ചയായിട്ട് വെറ്റില ദീപം കൊളുത്തും, ചിലർ ഷട്കോണ ദീപം കൊളുത്തും. അപ്പം നമ്മുടെ ഇഷ്ടമാണത്. ഏത് ദീപം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ്. അങ്ങനെ ഭഗവാന് മുൻപിൽ നമ്മൾ ദീപങ്ങൾ കൊളുത്തി വെക്കണം. അതിനുശേഷം നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു മന്ത്രം ഭഗവാന് മുൻപിലിരുന്ന് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലിരുന്ന് ജപിക്കുക. ഇനി വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശനത്തിനായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നും സ്വസ്ഥമായിട്ട്, ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പരിചയക്കാരൊക്കെ വരുമ്പോൾ അവരോട് കണ്ട് സംസാരിച്ച് ഈ ഒരു മന്ത്രം ഇടയ്ക്ക് വെച്ച് മുറിയാതെ നോക്കണം. അതുകൊണ്ട് തന്നെ അവിടെ പോയിരുന്നാണെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. വ്രതം എടുക്കുന്നവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നാളത്തെ ദിവസം നമ്മൾ സാധാരണയായിട്ട് ഉച്ചയ്ക്ക് ഒരു നേരം പച്ചരി ചോറ് കഴിച്ചുകൊണ്ടാണ് നമ്മൾ വ്രതം എടുക്കുന്നത്. വീടിനടുത്ത് ഉള്ള ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് നമുക്ക് പച്ചരി ചോറ് കിട്ടും. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ പച്ചരി ചോറ് വേവിച്ചിട്ട് അതിൽ തൈരൊഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഉപ്പ് കൂട്ടാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ മിക്കവാറും ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉപ്പ് കൂട്ടിയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ ഫോളോ ചെയ്താൽ മതിയാവും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണെങ്കിലും വ്രതം തുടർന്നുകൊണ്ട് പോകാവുന്നതാണ്. നാളെ സന്ധ്യയ്ക്ക് നമ്മൾ ഭഗവാന് മുൻപിൽ ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ഭഗവാന് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. നമ്മുടെ മക്കളുടെ ഉന്നമനത്തിനും ദാരിദ്ര്യ ശമനത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും അങ്ങനെ എന്തൊരു കാര്യത്തിനും നമ്മൾക്ക് ഭഗവാന് വ്രതം എടുക്കാവുന്നതാണ്. അതുമാത്രവുമല്ല, പാലഭിഷേകത്തിൻ്റെ കാര്യം പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അടുപ്പിച്ച് 6 ചൊവ്വാഴ്ചകളിലോ അടുപ്പിച്ച് 6 ഷഷ്ഠികളിലോ നമ്മൾ ഭഗവാന് പാലഭിഷേകം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണെന്നുള്ള കാര്യം. അതേപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ പഞ്ചാമൃത അഭിഷേകം ഉണ്ടാവും, ഭസ്മാഭിഷേകം ഉണ്ടാവും, പാലഭിഷേകം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് അഭിഷേകം വേണമെങ്കിലും നമുക്ക് ഭഗവാന് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ
ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതാണ് ഈ പറയുന്ന പാലഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നമ്മുടെ മക്കളുടെ പേരിലോ ഭർത്താവിൻ്റെ പേരിലോ ഒക്കെ നമുക്ക് പാലഭിഷേകം കഴിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മക്കളുടെ പേരിലൊക്കെ പാലഭിഷേകം കഴിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് നല്ല ഉയർച്ച ഉണ്ടാവുന്നതാണ്. ഇപ്പം ചീത്ത കൂട്ടുകെട്ടുകളിൽ നടക്കുന്ന മക്കൾ, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ, ജോലി ലഭിക്കാത്ത മക്കൾ, അങ്ങനെയുള്ള നമ്മുടെ മക്കളുടെ എന്തൊരു പ്രശ്നം മാറാനും തുടർച്ചയായിട്ട് ഭഗവാൻ 6 ഷഷ്ഠിതിഥികളിലോ 6 ചൊവ്വാഴ്ചകളിലോ നമുക്ക് പാലഭിഷേകം കഴിപ്പിക്കാവുന്നതാണ്. അപ്പം പാലഭിഷേകം ഭഗവാന് തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും നാളെ കഴിപ്പിക്കണം. ഇനി അബ്രോഡൊക്കെയാണ് താമസിക്കുന്നവരെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേലോ ഭഗവാന്റെ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനാണെങ്കിലും നമുക്ക് പാലഭിഷേകം നടത്താവുന്നതാണ്. ഇനി കുറേ പേർക്കുള്ള സംശയമാണ് ഈ അഭിഷേകം നടത്തിയിട്ട് ആ പാല് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത്. ആ പാല് നിങ്ങൾക്ക് കാച്ചി കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടിക്കുക. അപ്പം നമ്മൾ വേലാണെങ്കിലും ഭഗവാന്റെ വിഗ്രഹമാണെങ്കിലും ആദ്യം ശുദ്ധമായ ജലത്തിൽ നല്ല വൃത്തിക്ക് നമ്മൾ കഴുകിയതിന് ശേഷം വേണം നമ്മൾ പാലഭിഷേകം ഭഗവാന് നടത്തണം. അതുകൊണ്ട് തന്നെ അതിൽ അഴുക്കൊന്നുമില്ല, നമുക്കത് കുടിക്കാവുന്നതാണ്. ഇനി അങ്ങനെ കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആരും ചവിട്ടാത്ത ഏതെങ്കിലും വലിയ മരത്തിൻ്റെ ചുവട്ടിലോ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തുളസി അല്ലാത്ത ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ കൊണ്ട് ഒഴിക്കാവുന്നതാണ്. പക്ഷേ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഏതെങ്കിലും വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചാൽ മതിയാവും. ഇനി ഈ ഒരു മന്ത്രം ഞാൻ പറഞ്ഞല്ലോ, നാളെ രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപമെങ്കിലും, ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഭഗവാൻ മുരുകൻ എന്ന് പറയുന്നത് ആത്മസ്വരൂപനാണ്, ജ്യോതിസ്വരൂപനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദീപം മാത്രമാണെങ്കിലും നമുക്ക് കൊളുത്തി വെക്കാം. അവിടെ ഭഗവാൻ നമുക്ക് അറുമുഖനായിട്ട് തന്നെ വന്ന് വിളയാടി നിൽക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ദീപം ഭഗവാന് മുൻപിൽ കൊളുത്തി വെക്കുക, നമ്മൾ ഇരിക്കുക. ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ എല്ലാം കണ്ടു തൊഴുത് സ്വസ്ഥമായിട്ട് ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുള്ള ഒരിടത്ത് പോയിരിക്കുക. 108 പ്രാവശ്യം വേണം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ജപമാല ഉപയോഗിച്ച് ചൊല്ലുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ സ്ഫടികമാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്ഫടികമാല എടുക്കാം. കാരണം സ്ഫടികമാലയ്ക്ക് വളരെ വലിയ പവർ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അങ്ങനെയല്ലെങ്കിൽ ചന്ദനം കൊണ്ടുള്ളതോ അങ്ങനെയല്ല തുളസിമാലയോ അതുമല്ലെങ്കിൽ താമരമണിമാലയോ രുദ്രാക്ഷമോ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, 108 കൗണ്ടിങ്ങിന് നിങ്ങൾക്ക് എന്താണോ ഉപയോഗിക്കുന്നത് അതെടുക്കുക. അതെടുത്തതിന് ശേഷം ആദ്യം തന്നെ ഭഗവാന് മുൻപിലിരുന്ന് ഒരൊറ്റ ആഗ്രഹം, ഒരുപാട് ആഗ്രഹങ്ങൾ, ഇപ്പോൾ ഹനുമാൻ ചാലിസയുടെ സമയത്ത് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. ഒരൊറ്റ ആഗ്രഹം മാത്രം ഭഗവാൻ മുരുകനോട് നമ്മൾ പ്രാർത്ഥിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന്, അതായത് നമുക്കൊരു ടൈം ഓഫ് പീരീഡ് വെക്കാം, അടുത്ത ഷഷ്ടിക്ക് മുൻപായിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചെന്ന് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. 108 പ്രാവശ്യമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. മന്ത്രം ഇതാണ്, ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട്. വിശാഖം സർവഭൂതാനാം സ്വാമിനം കൃതികാസുധം സദാബാലം ജടാധാരം സ്കന്ദം വന്ദേ ശിവാത്മജം. വിശാഖം സർവഭൂതാനാം സ്വാമിനം കൃതികാസുധം സദാബാലം ജടാധാരം സ്കന്ദം വന്ദേ ശിവാത്മജം. ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മന്ത്രമാണ്. അപ്പോൾ ഈ ഒരു മന്ത്രമാണ് നമ്മൾ 108 പ്രാവശ്യം ജപിക്കേണ്ടത്. ഈ മന്ത്രം ജപിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ അതേ ആഗ്രഹം ഭഗവാന് മുൻപിൽ പറയുക. ധൂപദീപ ആരതിയൊക്കെ എടുക്കുക. നിവേദ്യം സമർപ്പിക്കുന്നവനാണെങ്കിൽ ഭഗവാന് ഒന്നെങ്കിൽ 6 മാമ്പഴം അല്ലെങ്കിൽ ഒരേ ഒരു മാമ്പഴം മാത്രമായിട്ടാണെങ്കിലും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെയല്ലെങ്കിൽ പാല് കാച്ചി വെക്കാം, പഞ്ചാമൃതം വെക്കാം, അങ്ങനെയുള്ള എന്തും വെക്കാം. അതിനുശേഷം ഭഗവാനെ നമസ്കരിച്ച് നമുക്ക് നമ്മുടെ പൂജ അവസാനിപ്പിക്കാവുന്നതാണ്. തീർച്ചയായും അടുത്ത ഷഷ്ടിക്ക് മുൻപ് ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും. ക്ഷേത്രത്തിലാണെങ്കിൽ അവിടെ ഇരുന്ന് ചൊല്ലി എഴുന്നേറ്റിട്ട് വീണ്ടും ശ്രീകോവിലിന് മുമ്പിൽ പോയിന്ന് ഭഗവാനെ കണ്ടു തൊഴുത് ആഗ്രഹം പറഞ്ഞതിന് ശേഷം നമുക്ക് മടങ്ങി പോകാവുന്നതാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും നല്ല ഫലം ലഭിക്കും. എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.